അപ്പൊ നിങ്ങളുടെ തെറ്റുകൾ മുഴുവൻ മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കണ്ട. നിങ്ങളൊരു പൂർണ്ണ പരാജയമാണ്. വിജയൻ എന്ന പേരേ ഉള്ളൂ. പരാജയപ്പെട്ട സർക്കാരാണ്, പരാജയപ്പെട്ട ദേവസ്വം മന്ത്രിയാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വേണ്ടത്ര ഏകോപനം ഉണ്ടായില്ല, മാത്രവുമല്ല ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി, നിരവധി കാര്യങ്ങൾ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഇന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്ര വലിയ മുന്നൊരുക്കം നടന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഹൈക്കോടതി അങ്ങനെ ഒരു വിമർശനം ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോട്ട് ബുക്കിംഗിൽ 15,000 എണ്ണം കുറച്ച് 20,000-ൽ നിന്ന് 5,000 ആക്കി എന്നല്ലാതെ ഈ നിലവിലെ മണ്ഡലകാലത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി എന്നല്ലാതെ ഒരു വിമർശനമോ ഒരു ചൂണ്ടിക്കാണിക്കലോ ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള താക്കീത് നൽകി ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ മുതൽ മാധ്യമങ്ങൾ തെറ്റായിട്ടുള്ള വാർത്തയാണ് കൊടുക്കുന്നത്. ഇതുവരെ ഇടക്കാല ഉത്തരവും പുറത്തു വന്നിട്ടില്ല. അങ്ങ് എവിടെ നിന്നാണ് ഈ വാചകങ്ങൾ എടുത്ത് വായിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഇന്ന മുൻകരുതലുകൾ നടത്തണം എന്ന് ഹൈക്കോടതി പറയേണ്ടതാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. ഇവിടെ എത്ര കോൺഗ്രസും BJP എത്ര നാളായി സ്വർണ്ണക്കള്ളക്കടത്ത് അത് ഇത്, അതുകൊണ്ട് ഒരു ഭക്തജനങ്ങളും വരില്ല. സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞെടുത്തും LDF ഗവൺമെന്റിന് വിശ്വാസമുള്ളതുകൊണ്ട്, ദേവസ്വം ബോർഡിന് വിശ്വാസമുള്ളതുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസം വരിക. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ അപര്യാപ്തമാണ് എന്ന് ഇന്നത്തെ ഇപ്പോൾ താങ്കൾ ചോദിക്കുന്ന ഉത്തരവിൽ 25ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എന്ത് ചെയ്യും? ഇത്രത്തോളം തെറ്റുകൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ പറയുകയാണ് യാതൊരു തെറ്റുമില്ലെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ എയിമിൽ വ്യത്യാസം വന്നു. നിങ്ങൾക്ക് ശബരിമലയിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം എടുക്കുന്നതിനല്ല നിങ്ങളുടെ താല്പര്യമുള്ളത്. നിങ്ങളുടെ താല്പര്യം മറ്റു പലതുമാണ്. നിങ്ങളുടെ ലക്ഷ്യം സ്വർണ്ണമാണ്, നിങ്ങളുടെ ലക്ഷ്യം കിണ്ടിയാണ്, നിങ്ങളുടെ ലക്ഷ്യം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന അന്യദേശത്ത് വരുന്ന ഭക്തന്മാർ കൊണ്ടുവരുന്ന സാധന സാമഗ്രികളാണ്. വിലപ്പെട്ടതെല്ലാം അടിച്ചു മാറ്റാനുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നിങ്ങൾ പോകുന്നത്. അതിന്റേതായ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.